Hi everyone, welcome back to my channel. May, might, shall, should എന്നീ വാക്കുകൾ ആക്സിലറി വേർബിൽ ഉള്ളവയാണ്. ആക്സിലറി വേർബിനെ സഹായക്രിയകൾ എന്നാണ് പറയുന്നത്. മെയിൻ വേർബ് അഥവാ പ്രധാന ക്രിയയുടെ മോഡ്, ടെൻസ്, വോയിസ് ഇവ രൂപപ്പെടുത്താനാണ് സഹായക്രിയകൾ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ ആക്സിലറി വേർബിൻ്റെ പ്രധാന ഉപയോഗങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതിനു മുൻപ് ഒരു ചെറിയ റിക്വസ്റ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി മേ, മൈറ്റിനെ പറ്റി നോക്കാം. May is used to indicate a possibility or permission. May ഉപയോഗിക്കുന്നത് സാധ്യതയെപ്പറ്റി പറയുവാനും അനുവാദം ചോദിക്കുന്നതിനും നൽകുന്നതിനുമാണ്. ഉദാഹരണം നോക്കാം. She may go to the party tonight. ഇത് പോസിബിലിറ്റിയാണ്, സംശയത്തോടെയുള്ള സംഭവ്യതയാണ്. യു മേ ലീവ് ദ റൂം എന്ന വാക്യത്തിൽ അനുവാദം നൽകുകയാണ്. മേ കം ഇൻ എന്ന വാക്യത്തിൽ അനുവാദം ചോദിക്കുകയാണ്. മൈറ്റ് ഓൾസോ യൂസ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി ഓർ പെർമിഷൻ, ബട്ട് ഇറ്റ് സജസ്റ്റ് എ ലോവർ പ്രോബബിലിറ്റി കമ്പയർഡ് ടു മേ. മൈറ്റ് എന്ന സഹായക്രിയയും സാധ്യതയോ അനുവാദത്തെയോ കാണിക്കാൻ ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സംശയവും കുറവ് സംഭവ്യതയുമാണ് കാണിക്കുന്നത്. എക്സാമ്പിൾ, ഇറ്റ് മൈറ്റ് റെയിൻ ടുമോറോ. ഇത് സംഭവ്യതയാണ് കാണിക്കുന്നത്. ഹി മൈറ്റ് ഹാവ് ഗോൺ, ലെസ് പോസിബിലിറ്റി ഓഫ് ഹിസ് ഗോയിങ്. ചെറിയ സാധ്യതയെ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഓക്സിലറി വേർബ് മേയും മൈറ്റും ഉപയോഗിക്കുന്നത് പോസിബിലിറ്റിയും പെർമിഷനും കാണിക്കാൻ ആണെങ്കിലും മൈറ്റ് കുറവ് സാധ്യതയെ കാണിക്കുന്നു. അടുത്ത് ഷാൽ, ഷുഡ് ആണ്. ഇതും ആക്സിലറി വേർബാണ്. ഷാൽ ഈസ് primarily used to indicate future actions or events, often in a formal or legal context, or to express a strong intention or determination. For example, we shall meet again next week. future actionനെ കാണിക്കുന്നു. I shall not tolerate this behavior. സ്ട്രോങ് ഇൻറ്റൻഷൻ, ഉറച്ച ഉദ്ദേശത്തെ കാണിക്കുന്നു. ഷുഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് അഡ്വൈസബിലിറ്റി, റെക്കമെൻഡേഷൻ ഓർ ഒബ്ലിഗേഷൻ. ഉപദേശം, ശുപാർശ അല്ലെങ്കിൽ ബാധ്യത, കടപ്പാട് എന്നിവ പ്രകടിപ്പിക്കാൻ ഷുഡ് എന്ന ഓക്സിലറി വേർബ് അല്ലെങ്കിൽ സഹായക്രിയ ഉപയോഗിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ മുൻഗണന നൽകുന്നു എന്നിത് സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ് ഫോർ ബെറ്റർ ഹെൽത്ത്. ഇത് അഡ്വൈസബിലിറ്റിയാണ്. സ്റ്റുഡൻസ് ഷുഡ് കംപ്ലീറ്റ് ദർ അസൈൻമെൻറ്റ് ഓൺ ടൈം. ഇത് ഒബ്ലിഗേഷനാണ്. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് യു ഷുഡ് പ്രാക്ടീസ് സ്പീക്കിംഗ് എവറി ഡേ. റെക്കമെൻഡേഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ഷാൽ മുഖ്യമായി ഉപയോഗിക്കുന്നത് ഭാവിയിലെ പ്രവൃത്തികൾ പറയുന്നതിനും ഉറച്ച ഉദ്ദേശങ്ങൾ പറയുന്നതിനും ആണ്. എന്നാൽ ഷുഡ് ഉപയോഗിക്കുന്നത് ഉപദേശ രൂപേണ പറയുന്നതിനും ശുപാർശ അല്ലെങ്കിൽ ബാധ്യത പ്രകടിപ്പിക്കാനും വേണ്ടിയാണ്. ഒബ്ലിഗേഷന് വേണ്ടിയാണ് ബാധ്യത എന്ന് പറയുന്നത്. ലയബിലിറ്റിയുമായി കൺഫ്യൂസ് ചെയ്യരുത്. സഹായക്രിയകളുടെ ഉപയോഗം ഇംഗ്ലീഷിൽ നിരന്തരം വരുന്നതാണ്. എന്തെന്നാൽ
മെയിൻ വെർബിൻ്റെ മൂഡും ടെൻസും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ ഇവ വലിയ പങ്ക് നിർവഹിക്കുന്നു. വീഡിയോ ചുരുക്കിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.